നമസ്കാരം. കൊൽക്കത്തയിലെ RG കാർ ആശുപത്രിയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട സംഭവത്തിൻ്റെ ഞെട്ടലിലാണ് നമ്മളെല്ലാവരും. വന്യവും ക്രൂരവുമാണ് സംഭവം. ആവർത്തിക്കപ്പെടുന്ന ഇത്തരം സംഭവങ്ങൾക്ക് അറുതിയില്ലേ? പവർ പോയിന്റ് പരിശോധിക്കുന്നു. ഈ വിഷയത്തിൽ പവർ പോയിന്റിനൊപ്പം ചേരുന്നു ഡോക്ടർ SS ലാൽ, ഡോക്ടർ ആതിര, BJP നേതാവ് നന്ദു. മൂന്ന് പേർക്കും പവർ പോയിന്റിലേക്ക് സ്വാഗതം. ഡോക്ടർ SS ലാൽ, ഇവിടെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും അധികം നടുക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. നിരന്തരം ഇത്തരം സംഭവങ്ങൾ പല പ്രദേശങ്ങളിൽ നിന്നായി ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കൊൽക്കത്തയിലെ ഈ ഹോസ്പിറ്റൽ, RG കാർ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവം. നമ്മൾ പലപ്പോഴും പല പ്രൊട്ടക്ഷനും മറ്റു തരത്തിലുള്ള സംരക്ഷണവും ഒക്കെ ആവശ്യപ്പെടുകയും അത് ചില സന്ദർഭങ്ങളിലൊക്കെ ലഭിക്കുമെന്ന് വാഗ്ദാനം ലഭിക്കുകയൊക്കെ ഉണ്ടായെങ്കിലും പോലും ഇവിടെ ഇപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സംഭവത്തെ വിലയിരുത്തുന്നത്? ഈ സംഭവം വളരെ വേദനിപ്പിക്കുന്നതാണ്. മനുഷ്യരായിട്ടുള്ള ആർക്കും താങ്ങാവുന്നൊരു സംഭവമല്ല ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പരിഹാരങ്ങളിലേക്ക് വരുമ്പോൾ ഇതിനൊരുപാട് വിശാലമായ അർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, നടപടികൾ അർഹിക്കുന്നുണ്ട്. ഇന്ത്യയിൽ മൊത്തത്തിലുണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് പല സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഈ സമാധാനത്തിൻ്റെ പ്രശ്നം, സമാധാനമില്ലായ്മയുടെ പ്രശ്നങ്ങൾ, അക്രമവാസനകൾ, അല്ലെങ്കിൽ അക്രമികളെയും ഇത്തരക്കാരെയൊക്കെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളുടെ പിഴവ്, ഇങ്ങനത്തെ ഒരുപാട് സംവിധാനങ്ങൾ ഒരുപാട് ലൂസായിട്ടുണ്ട്. അപ്പോൾ ക്രിമിനലുകൾ എല്ലാ സമൂഹത്തിലും ഉണ്ടാവും, ഒരു ചെറിയ ശതമാനം ക്രിമിനലുകളുണ്ടാവും. പക്ഷെ അവർ പരിപോഷിപ്പിക്കപ്പെടുന്നത് നിയമ സംവിധാനങ്ങളുടെ ബലഹീനത കൊണ്ടും അത് മോണിറ്റർ ചെയ്യപ്പെടാത്തതുകൊണ്ടും ഒക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് എല്ലാ മേഖലയിലും ഇതുപോലെയൊക്കെ പ്രശ്നങ്ങൾ പറയാമെങ്കിലും ആരോഗ്യരംഗത്ത് ഇതുപോലെ പ്രശ്നമുണ്ടാകുന്നത് ഒരു രാജ്യത്തിൻ്റെ ഈ രംഗത്തെ ഒരു തകർച്ച, ഒരു അധപ്പതനമാണ് കാണിക്കുന്നത്. അതേത് സംസ്ഥാനത്ത് നടക്കുന്നുള്ളതിൻ്റെ അല്ല. അതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല. രാഷ്ട്രീയമൊക്കെ ഇതിനകത്ത് അങ്ങനെ കാണാൻ നോക്കുന്നത് പരാജയവുമാണ്. നമ്മുടെ മൊത്തം നാടിൻ്റെ പ്രശ്നമായിട്ടും സംവിധാനങ്ങളുടെ തകർച്ചയായിട്ടും നാട്ടിൽ സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥയായും കാണേണ്ടതാണ്. ഇന്ത്യ പോലെ രാജ്യത്ത് കാര്യങ്ങൾ എളുപ്പമല്ല, വലിയ രാജ്യമാണ്, ഒരുപാട് ഡൈവേഴ്സായിട്ട് രാജ്യത്ത്. പക്ഷേ ഇതിന് പരിഹാരം ഉണ്ടായാലേ പറ്റുള്ളൂ. ഇപ്പോൾ ആരോഗ്യരംഗത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. മുമ്പൊക്കെ ഞാൻ 40 വർഷം മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചേർന്ന ആളാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോലും പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങളില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഡോക്ടർമാരായാലും അല്ലെങ്കിൽ രോഗികളായാലും ഒക്കെ അതങ്ങ് സഹിക്കുകയാണ്. അന്നുണ്ടായിരുന്ന ആശുപത്രി രോഗി അല്ലെങ്കിൽ ഡോക്ടർ രോഗി ബന്ധുവല്ല ഇപ്പോൾ. അന്നത്തെ പ്രതീക്ഷകളുമില്ല ആൾക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഈ ഡൈനാമിക്സിൽ, പരസ്പര ബന്ധങ്ങളുടെയൊക്കെ ഡൈനാമിക്സിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇതിനനുസരിച്ച് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതിനോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ എണ്ണം കൂടുതലിനൊക്കെ പറ്റാത്ത എല്ലാ കാര്യത്തിലും അതിനകത്ത് പരാജയം മിക്ക സംസ്ഥാനങ്ങൾക്കും ഗവൺമെൻറ്റുകൾക്കും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഒപ്പമുള്ളതാണ് ഡോക്ടർമാരുടെയും മറ്റ് സ്റ്റാഫുകളുടെയും സുരക്ഷിതത്വം. ഒരു കാലത്ത് എങ്ങനെയെങ്കിലുമൊക്കെ എന്ത് വന്നാലും മനുഷ്യർ സഹിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലം ഉണ്ടായത്. അതൊക്കെ മാറിപ്പോയി. ഇപ്പോൾ നേരത്തെ കേരളത്തിൽ വന്നിരുന്നൊരു ഡോക്ടർ കൊലപാതകം ചെയ്യപ്പെട്ട ഒറ്റ മകളാണ്, പണ്ടത്തെ പോലെയല്ല. അപ്പോൾ അത് സാമൂഹ്യ ഘടനയിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ മേഖല, പ്രത്യേകിച്ച് ചികിത്സാ മേഖല പരിഷ്കരിക്കപ്പെടാതെ പോകുന്നതിൻ്റെ ഒരു കുറവുണ്ട്. ഇന്ത്യയിലെ മിക്ക ഭാഗങ്ങളിലുമുണ്ട്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടർമാർക്ക് സുരക്ഷിതത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു നിയമം, കേന്ദ്ര നിയമം ഇല്ല. മുമ്പൊരു കേന്ദ്ര നിയമത്തിന് ശ്രമം നടത്തിയിട്ട് പിൻവലിക്കുക. പക്ഷേ ഒരു കാര്യം കൂടെ പറയാം, കേരളത്തിലൊരു നിയമം വന്നു, അതിൻ്റെ മറ്റ് വശങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനുശേഷം ആക്രമണങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിയമമില്ലായ്കയുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും പൊതുവായ സമൂഹത്തിനൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഡോക്ടർ ആതിര, ഇവിടെ ഇപ്പോൾ താങ്കളടക്കമുള്ള ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഓരോ നിമിഷവും ഭീതിയുടെ നിഴലിൽ ജോലി ചെയ്യുന്നൊരു സാഹചര്യമാണുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സമരമടക്കമുള്ള വളരെ അത്തരം പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് രാജ്യമൊട്ടാകെ. കേരളത്തിൽ അതിന് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കരുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങളിലേക്കാണ് നിങ്ങൾ നീങ്ങിയിരിക്കുന്നത്. എങ്കിൽ കൂടിയും എത്രത്തോളം ഭയാനകമാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യവും കാര്യങ്ങളൊക്കെ? സത്യം പറഞ്ഞാൽ ഈ ഒരു ഇൻസിഡൻറ്റ് വളരെ ഷോക്കിംഗ് ആയിരുന്നു. ഒരു റെസിഡൻറ്റ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രണ്ടാമത്തെ വീട് തന്നെയാണ് ആശുപത്രി. ഞാൻ
ഏറ്റവും കൂടുതൽ ഒരു ദിവസത്തിൻ്റെ സമയം ചെലവഴിക്കുന്നത് എൻ്റെ ആശുപത്രിക്കുള്ളിലാണ്. എൻ്റെ മാതാപിതാക്കളും ധരിക്കുന്നത് എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ സുരക്ഷിതയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഞങ്ങളുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവിടെ ഡോക്ടർമാരായിട്ടും PG വിദ്യാർത്ഥികളായിട്ടും UG വിദ്യാർത്ഥികളായിട്ടും ഉള്ളത് സ്ത്രീകളാണ്. ഇത്രയും അധികം സ്ത്രീകൾ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ തന്നെ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ സമൂഹം അവർക്ക് കൊടുക്കുന്ന ആദരവ്, സുരക്ഷ, ബഹുമാനം എല്ലാം കണക്കിലെടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി സമയത്ത് പലപ്പോഴും ഒരു സ്ത്രീക്കെതിരെ അതിക്രമം ഉണ്ടാകുമ്പോൾ ചുറ്റുമുള്ളവർ അതിനെ വിലയിരുത്തുന്നത് അവളുടെ വേഷം ശരിയായില്ല, അവളുടെ സമയം ശരിയായില്ല, അവൾ ചെന്നപ്പെട്ട ഇടം ശരിയായില്ല, അവളോടൊപ്പമുള്ള ആളുകൾ ശരിയായില്ല എന്ന് പറഞ്ഞൊക്കെയാണ്. പക്ഷേ ഈ കുട്ടിയുടെ കാര്യം എടുക്കൂ, അവളുടെ ഭാഗത്ത് എന്താണ് തെറ്റുണ്ടായിരുന്നത്? അവരൊരു 36 മണിക്കൂർ ഡ്യൂട്ടിയിലായിരുന്നു. എനിക്കും ആ ഒരു സാഹചര്യം സങ്കല്പിച്ച് നോക്കാവുന്നതാണ്. 36 മണിക്കൂർ ഡ്യൂട്ടിക്കിടയിൽ അവൾക്ക് വിശ്രമത്തിനായി മറ്റ് സ്ഥലങ്ങളില്ലാത്തത് കൊണ്ട് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത്, അതായത് ഈ സെമിനാർ റൂമിൽ പോകേണ്ടി വരുന്നു. അവർ സ്ഥിരമായി വിശ്രമത്തിനായി പോകുന്ന ഒരു സ്ഥലം തന്നെയാണ്. ആ കുട്ടി ഒരിക്കലും ധരിച്ചിട്ടുണ്ടാവില്ല തനിക്കെതിരെ ഇത്രയും പൈശാചികവും മൃഗീയവുമായിട്ടുള്ള ഒരു ആക്രമണമാണ് നടക്കാൻ പോകുന്നത് എന്ന്. ഞങ്ങളും എത്രയോ സ്ഥലങ്ങളിൽ ലോക്കില്ലാത്ത ഡ്യൂട്ടി റൂമുകൾ എത്രയോ തവണ കിടന്നുറങ്ങിയിരിക്കുന്നു. പലപ്പോഴും ജോലിയുടെ ക്ഷീണം കൊണ്ട്, ജോലി ഭാരം കൊണ്ട്, അമിതമായിട്ടുള്ള ഒരുപാട് സമയം ജോലി ചെയ്യുന്നതൊക്കെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇന്നയിടത്തെ ജോലി കഴിഞ്ഞ് വിശ്രമിക്കാനാകൂ എന്നൊരു കണ്ടീഷനൊന്നും വെക്കാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും ട്രോളികളിലും പേഷ്യൻറ്റിൻ്റെ ബെഡിലും ഒക്കെ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് നിന്ന്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചുറ്റുപാടിൽ നിന്ന് ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകുക എന്ന് പറയുന്നത് മുഴുവൻ ഡോക്ടർമാരുടെയും, വനിതാ ഡോക്ടർമാരുടെ മാത്രമല്ല മുഴുവൻ ഡോക്ടർമാരുടെയും, ഒരുപക്ഷെ ജോലിക്ക് പോകുന്ന എല്ലാ സ്ത്രീകളുടെയും മനോവീര്യം കെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇന്ത്യ പോലൊരു രാജ്യത്ത് 78 വർഷം നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ തിളക്കം ആഘോഷിക്കുമ്പോൾ സ്ത്രീകൾക്ക് അവരുടെ ജോലി സ്ഥലത്ത് പോലും സുരക്ഷ ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മുടെ പരാജയമാണ് അത് കാണിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഒരു ഡോക്ടറുടെ വിഷയമായി അല്ലെങ്കിൽ ഒരു വനിതാ ഡോക്ടറുടെ മാത്രം വിഷയമായി ഇതിനെ ചിത്രീകരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതൊരു സ്ത്രീക്കും, ജോലിക്ക് പോകുന്ന ഏതൊരു സ്ത്രീക്കും ഇത് സംഭവിക്കാവുന്നതാണ് അവരുടെ തൊഴിലിടത്തിൽ. പിന്നെ സമരത്തിലേക്ക് വന്ന ഒരു സാഹചര്യം വിശദീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ RG കർ മെഡിക്കൽ കോളേജിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായതിനു ശേഷം പിന്നീട് ഈ സംഭവം മറച്ചു വയ്ക്കാനും ആദ്യം ഇതിനെ ആത്മഹത്യയായി ചിത്രീകരിക്കാനുമുള്ളൊരു ശ്രമമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട്സ് അനുസരിച്ച് അവരുടെ മാതാപിതാക്കളെ പോലും, കുട്ടിയുടെ മാതാപിതാക്കളെ പോലും ആദ്യം അറിയിച്ചത് ഇതൊരു ആത്മഹത്യയാണെന്നാണ്. പിന്നീട് കുട്ടിയുടെ മൃതശരീരം കാണണമെന്ന് അവരുടെ അമ്മ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വിലപിച്ചപ്പോൾ മാത്രമാണ്, ഏകദേശം സംഭവം നടന്ന് 12 മണിക്കൂറിന് ശേഷമാണ് ആ മൃതദേഹം അവരെ കാണിക്കുന്നത്. ആ അമ്മയും അച്ഛനും, മാതാപിതാക്കൾ കടന്നുപോയൊരു മാനസിക വ്യഥ നമുക്ക് ഊഹിക്കാവുന്നതാണ്. അത്രയും മാനഭംഗപ്പെട്ട രീതിയിലാണ് ആ കുട്ടിയുടെ മൃതദേഹം അവർ കാണുന്നത്. പിന്നീടും ആ അധികാരികൾക്കെതിരെ നടപടിയെടുക്കാതെ അവിടുത്തെ പ്രിൻസിപ്പാളിനെ മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് അവിടുത്തെ സർക്കാർ ആദ്യം ഇതിനെ പ്രതികരിച്ചത്. പിന്നീട് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു എങ്കിലും വിശ്വസനീയമായ രീതിയിൽ തെളിവുകൾ നിരത്താനോ, ഒരു ഗാങ് റേപ്പാണ്, ഒരു കൂട്ടബലാത്സംഗമാണ് നടന്നത് എന്ന് പറയുമ്പോൾ ഒരു പ്രതിയെ മാത്രം മുന്നോട്ട് വച്ചുകൊണ്ട് അന്വേഷണം എങ്ങനെയാണ് ശരിയായ രീതിയിൽ പുരോഗമിക്കുക? അവിടുത്തെ പ്രിൻസിപ്പലിനെതിരെ, മറ്റ് അധികൃതർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ അവിടുത്തെ PG വിദ്യാർത്ഥികളും റെസിഡൻറ്റ് ഡോക്ടേഴ്സും ഉന്നയിക്കുകയും അവർ ആ സമരവുമായി മുന്നോട്ട് പോയതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും ജനശ്രദ്ധ ഈ വിഷയത്തിലേക്ക് വരികയും അന്വേഷണം ഊർജ്ജസ്വലമാക്കേണ്ട ഒരു ഗതി അവർക്ക് വരികയും ചെയ്തു. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഭവം ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു നടപടി എടുക്കുന്നതിനപ്പുറം മറ്റേതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്നുവെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ബംഗാളിലൊക്കെ അത്തരം തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ വളരെ സജീവമായി കാണുന്നത്. അതാണോ ശരി? ഇത് നേരത്തെ ഡോക്ടർ ചൂണ്ടിക്കാട്ടിയതുപോലെ രാഷ്ട്രീയത്തിനപ്പുറം ഈ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളിലേക്കല്ലേ നീങ്ങേണ്ടത്? അതിന് നമ്മൾ ഒത്തൊരുമിച്ചല്ലേ നിൽക്കേണ്ടത്? നമ്മുടെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ 32 മണിക്കൂർ 34 മണിക്കൂർ അല്ലെങ്കിൽ അത്രയും സമയം ഒരു സമൂഹത്തിൽ സേവന പ്രവർത്തനത്തിന് വേണ്ടി സ്വന്തം സമയം കൊടുത്ത് ആ ക്ഷീണത്തിൽ മയങ്ങാൻ പോയപ്പോൾ ആ കുട്ടിക്കുണ്ടായിട്ടുള്ള ദാരുണമായിട്ടുള്ള ആ സാഹചര്യം ഓർത്ത് ഓരോ ഭാരതീയനും നാണിക്കണം. കാരണം നമ്മൾ കോവിഡ് സമയത്ത് ഇവരെയൊക്കെ നമ്മൾ വളരെ വലിയ രീതിയിൽ പ്രകീർത്തിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തൊരു സമൂഹമാണ് ഭാരതത്തിൻ്റെ സമൂഹം. പക്ഷേ നമ്മൾ എന്തുകൊണ്ടോ ചില കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് വിസ്മരിച്ചു പോകുന്നവരായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ആത്മപരിശോധന നടത്തേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. സാറ് നേരത്തെ പറഞ്ഞു
ഒരു സമൂഹത്തിനകത്ത് ക്രിമിനലുകൾ എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാകും, കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് ചില ആൾക്കാർക്ക് അത് ഇൻബോൺ ഉണ്ടാകുന്നു, ചില ആൾക്കാർക്ക് സാഹചര്യങ്ങൾ അവരെ അതിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയമായി അതിനെ പ്രതിരോധിക്കുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയമായി അതിനകത്ത് മറുപടി പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാ കാര്യത്തിലും രാഷ്ട്രീയം കലർത്തുന്നവരാണ്, നമ്മളെല്ലാ കാര്യവും രാഷ്ട്രീയമായി നിലപാടെടുക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചാണ് എന്നുള്ളത് മാത്രമാണ്. ഇപ്പം ഇപ്പോൾ ലാൽ സാറിന് ചില തരത്തിൽ രാഷ്ട്രീയം പറയേണ്ടതുണ്ടെങ്കിൽ ലാൽ സാറിന് അവിടെ രാഷ്ട്രീയം ഉണ്ടാവും. അല്ലാത്തടത്ത് സാറ് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു നിലപാട് സാർ ഇപ്പോൾ എടുത്തതുപോലെ രാഷ്ട്രീയം പറയുക എന്ന് പറഞ്ഞാൽ കുറച്ച് ലജ്ജിക്കുന്ന കാര്യമാണ്. തിരിച്ച് അത് കൗണ്ടർ ചെയ്ത് വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയബിൾ ഞാൻ പറഞ്ഞ നിലപാടുള്ള ആളാണ്. അതെ സാർ, രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയം നമ്മൾ വ്യത്യാസം അറിഞ്ഞിട്ട് ഇത്തരം ചർച്ചകളിൽ അതെ ഞാൻ പറഞ്ഞത് വേരിയബിളായിട്ട് നമ്മൾ നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. ഇപ്പോൾ താങ്കൾ ചോദിച്ചതുപോലെ തന്നെ ബംഗാളിലെ ഒരു സാഹചര്യം എന്താണ്, ഇപ്പം ഞാൻ ആ ഒരു ആംഗിളിൽ മാത്രം സംസാരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, താങ്കൾ ചോദിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നതാണ്. അതായത് ബംഗാളിലൊരു സാഹചര്യം, ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞതുപോലെ ഒരു ഗ്യാങ് റേപ്പ് നടന്നിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യാനോ ആ കുട്ടിയുടെ രക്ഷകർത്താക്കൾക്ക് ആ കുട്ടിയുടെ ബോഡി കാണാൻ 12 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ആ കുട്ടിയുടെ രക്ഷകർത്താക്കളെ പോലും മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു സർക്കാരിന് പ്രവർത്തിക്കേണ്ട ഒരു സിസ്റ്റത്തിന് പ്രവർത്തിക്കേണ്ടി വന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സംസ്ഥാനത്ത് എന്ത് തരത്തിലുള്ള വാഴ്ചയാണ് നടക്കുന്നത്? ഇന്നലെ അവിടുത്തെ ഗവർണർ അതിനെ ബനാന റിപ്പബ്ലിക് എന്നൊക്കെ വിശേഷിപ്പിച്ചു. ഞാൻ അത്തരത്തിലുള്ള പരാമർശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് തരത്തിലുള്ള വാഴ്ചയാണ് അവിടെ നടക്കുന്നത്. കാരണം സ്വന്തം മകൾക്ക് സംഭവിച്ചത് എന്താണെന്ന് പോലും ഒരു രക്ഷകർത്താവിന് പറയാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ രക്ഷകർത്താവിനെ അറിയിക്കാതെ 12 മണിക്കൂർ പിടിച്ചു നിർത്തുന്ന ഒരു സിസ്റ്റത്തെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ന്യായീകരിക്കുക? അതൊന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കോടതി ഇടപെട്ടിട്ടാണ് CBIക്ക് പോലും ഈ അന്വേഷണം പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഒരു ഗ്യാങ് റേപ്പ് നടന്നിട്ട് ഒരു പ്രതിയെ മുൻനിർത്തി വളരെ വിശ്വസിക്കാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിനെ കൊണ്ടുവന്ന് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ ഒരു സർക്കാരുണ്ട്, ആ സർക്കാർ കൃത്യമായി ഇടപെടുന്നുണ്ട്. ആ കുട്ടിയുടെ മാതാപിതാക്കളെ പോലും അവിടുത്തെ കമ്മീഷണറെ പോലും നേരിട്ട് അയച്ച് കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പൊളിറ്റിക്സ് പറഞ്ഞതുകൊണ്ട്, കാരണം ഇതിപ്പോൾ ഈ ഒരു വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് അത് അത്തരത്തിൽ കൊണ്ടുപോകുമ്പോൾ അത് മറ്റു തലങ്ങൾക്ക് ഇത് വീണ്ടും ഇത്തരം സംഭവങ്ങൾ ഞാനിതിനകത്ത് സത്യത്തിൽ ഇന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു പോയിന്റിൽ രാഷ്ട്രീയം ഇല്ലായിരുന്നു. താങ്കൾ ചോദിച്ച ചോദ്യം അങ്ങനെ ആയതുകൊണ്ട് അതിന് റിലവൻ്റായി ഞാൻ മറുപടി പറഞ്ഞു പോകുന്നു എന്നുള്ളതേ. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റത്തിനകത്ത് ഒരു സർക്കാർ കൃത്യമായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബംഗാളിൽ ഇത് ആദ്യത്തെ വിഷയമാണോ? അല്ല. ബംഗാളിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അവിടുത്തെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ വളരെ ഉത്തർപ്രദേശിലൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ച കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നേ. അങ്ങനെ നമ്മൾ രാഷ്ട്രീയം അല്ല, ഞാൻ പറഞ്ഞ താങ്കൾ എന്നെ അതിലേക്ക് വലിച്ചാൽ എനിക്ക് കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഞാൻ ആ ചോദ്യങ്ങളിലേക്കൊന്നും പോയില്ല. എനിക്ക് പല ചോദ്യങ്ങളുണ്ട്. അന്ന് ഇപ്പോൾ പല സംസ്ഥാനങ്ങളെ ഓർത്ത് മുതലക്കണ്ണീർ ഒഴുക്കുന്നവർ എന്തുകൊണ്ട് ഇവിടെ മുതലക്കണ്ണീർ ഒഴുക്കിയില്ല എന്ന ചോദ്യം എനിക്ക് വേണമെങ്കിൽ പറയാം. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിങ്ങളെല്ലാവരും ഒരു മുന്നണിയായി നിൽക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മമതാ ബാനർജിയെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നിലപാടെടുക്കുന്നത് വേണം എനിക്ക് പറയാം. പക്ഷെ ഞാൻ അതിലേക്കൊന്നും വന്നില്ല. ഞാൻ ഇതിനകത്ത് പറഞ്ഞത് ഒരു സിസ്റ്റത്തിനുണ്ടായ വീഴ്ച എന്താണ്. ഞാൻ ആ രാഷ്ട്രീയമാണ് പറയുന്നത്. ഞാൻ ഒരു പാർട്ടി, ഞാൻ അതുകൊണ്ട് ആദ്യത്തെ ഘട്ടത്തിലൊന്നും ഞാൻ ആ പേരേ ഉപയോഗിച്ചില്ല. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു കുട്ടി മരണപ്പെട്ടതിന് ശേഷം ഇപ്പം എൻ്റെ സഹോദരിയാണെങ്കിൽ ആ സഹോദരിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള എൻ്റെ മൗലികമായ അവകാശം, എൻ്റെ ജനാധിപത്യപരമായ അവകാശം, ആ അവകാശം അവിടെ ധ്വംസിക്കപ്പെടുന്നുണ്ട് എങ്കിൽ എന്ത് തരത്തിലുള്ള സിസ്റ്റമാണ് ആ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്? അതാണ് ആദ്യത്തെ. എനിക്കൊന്നും മാഡവും ഞാൻ പറഞ്ഞ അതേ പോയിൻ്റാണ് പറഞ്ഞു വന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണ്? അവിടെ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. അത് ഇപ്പോൾ നിങ്ങൾ പാൻ ഇന്ത്യ എടുക്കൂ. ഞാൻ ഒരു സംസ്ഥാനത്തിലേക്ക് മാത്രം ചുരുക്കി പറയുന്നില്ല. ഇപ്പം കേരളത്തിലെ വന്ദന അടക്കം എല്ലാ സംസ്ഥാനങ്ങളെയും നമുക്ക് എടുക്കാം. എല്ലാ സംസ്ഥാനങ്ങളും എടുക്കുമ്പോഴും സ്വാഭാവികമായിട്ടും മാഡവും സാറും ഒക്കെ പറയുന്നത് പോലെ അവർക്ക് പ്രൊട്ടക്റ്റബിൾ ആയിട്ടുള്ള ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിയമം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ശരി ഡോക്ടർ സുസലാൽ, ഇവിടെ ഇപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് അങ്ങനെയൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എത്രത്തോളം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഭരണാധികാരികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്വയം ആവുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു ചിന്ത ആ പ്രശ്നമുണ്ട്. ഇപ്പം നമുക്ക് ബലമുള്ള നിയമങ്ങളില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. കേരളത്തിലും ആ വന്ദനയുടെ പ്രശ്നം ഉണ്ടാകുന്നവരെ അതായിരുന്നു വിഷയം. അപ്പോൾ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ പ്രതികൾക്ക് ഊരിപ്പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ക്രിമിനലുകൾ അത്തരം കാര്യങ്ങൾ ഇടപെടാൻ അറയ്ക്കും. കേരളത്തിൽ ഉദാഹരണമാണ്. കേരളത്തിൽ പ്രശ്നങ്ങളില്ല എന്നല്ല, ശക്തമായ നിയമം വന്നതിന് ശേഷം ആക്രമണങ്ങളുടെ എണ്ണം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്.
അപ്പോൾ അതുപോലത്തെ നിലപാടുകളാണ് വേണ്ടത്. ഇപ്പോൾ രാഷ്ട്രീയം രാഷ്ട്രീയം ആരോഗ്യവും രാഷ്ട്രീയമായിട്ട് വേർതിരിക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ പൊതുജനാരോഗ്യമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം തന്നെ. പക്ഷേ ഞാൻ പറഞ്ഞ കക്ഷി രാഷ്ട്രീയത്തിലൂടെ ഇത് കാണുക. അതുകൊണ്ടാണ് ആ വിഷയത്തോടുള്ള ആത്മാർത്ഥത നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരാൾ മരണപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഒരു കൂട്ടക്കുരുതി ഉണ്ടാകുമ്പോഴോ ഭരിക്കുന്ന ഏത് സർക്കാരോ പാർട്ടി നോക്കിയിട്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്നല്ല ഒരു മേഖലയിലും നമുക്ക് പുരോഗതി ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് ഒരുപക്ഷെ നമ്മുടെ നാടിൻ്റെ ശാപം പോലും. ഭരിക്കുന്ന ആരും നോക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ വേറെ ഉത്തർപ്രദേശിലാണെങ്കിൽ ഇത് വിഷയം വേറെ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ദയനീയമാണ്. അത്തരം രാഷ്ട്രീയത്തിൽ രാജ്യം ചെന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ഗതികേടാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് അത് കേരളത്തിലോ അല്ലെങ്കിൽ BJP ഭരിക്കുന്നതോ തൃണമൂൽ ഭരിക്കുന്നതോ ഒന്നും വ്യത്യാസമില്ല. ഇന്ത്യയിൽ മൊത്തത്തിൽ ഇത്തരം സംഭവങ്ങൾ കൂടുന്നുണ്ട്. അത് സംവിധാനങ്ങൾ ലൂസാകുന്നതുകൊണ്ടാണ്. അത് യാതൊരു തർക്കമില്ല അതിനകത്ത്. കൂടാതെ എല്ലാ സമൂഹത്തിലും ഒരു നിശ്ചിത അളവിൽ ക്രിമിനലുണ്ടാവും. അപ്പോൾ ഈ രണ്ട് ഇപ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ വഷളാകുന്നു എന്നനുസരിച്ച് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളും മെച്ചപ്പെടുത്തണം, സ്ട്രോങ് ആകാൻ. ഒരു പ്രദേശത്ത് ക്രൈംസ് കൂടുമ്പോൾ അവിടെ ചില പോലീസ് സ്റ്റേഷൻ തന്നെ തുടങ്ങിയെന്ന് വരില്ലേ. അപ്പോൾ അതുപോലത്തെ സംവിധാനങ്ങൾ ഒരു സൈഡിൽ നിന്നുണ്ടാകണം. മറുവശത്ത് ഈ നിയമങ്ങൾ നടപ്പാകുന്നു എന്ന് ഉറപ്പുവരുത്തണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു സെൻട്രൽ ആക്റ്റൊക്കെ വന്നിട്ട് ഒരു കരടൊക്കെ വന്നിട്ട് അത് പിന്നെ പിൻവലിച്ചു കളഞ്ഞതിന് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് പറഞ്ഞ ന്യായം ഡോക്ടർമാർക്ക് ഇങ്ങനെ സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ളവരും ആവശ്യപ്പെടുമെന്നാണ്. ആവശ്യമുള്ളവർക്കൊക്കെ വേണ്ടേ മനുഷ്യർ. ഡോക്ടർമാർക്ക് പ്രത്യേകതയൊന്നുമില്ല. ഡോക്ടർമാരുടെ പ്രത്യേക സവിശേഷമായ സാഹചര്യം പറയുന്നത് ഇപ്പോൾ ഒരു ദിവസം ആയിരക്കണക്കിന് രോഗികളെ നോക്കുന്ന മെഡിക്കൽ കോളേജുകളിലോ സർക്കാർ ആശുപത്രികളിലോ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു ദിവസം 200-300 പേര് വരുന്നുണ്ട്. അവിടുത്തെ ഡോക്ടർമാർ സുരക്ഷിതരല്ലെങ്കിൽ അവിടുത്തെ മൊത്തം രോഗികളുടെയും നാട്ടുകാരുടെയും സുരക്ഷിതത്വമാണ് ബാധിക്കുന്നത്. നമുക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങളുള്ള ആശുപത്രികളിലൊക്കെ പോയി ജോലി ചെയ്യാനായിട്ട് സ്ത്രീകളല്ല പുരുഷന്മാരും തയ്യാറാത്ത അവസ്ഥയിലേക്ക് എത്തും. അതിന് ഇപ്പം ഇതൊക്കെ പലപ്പോഴും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുന്നതായിരിക്കില്ല, ഏതെങ്കിലും ക്രിമിനലുകൾ ചെയ്യുന്നതായിരിക്കും. എങ്കിൽ പോലും ഒരാൾക്കും അതുപോലെ സമീപിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. പോലീസ് സ്റ്റേഷൻ നമ്മൾ ആക്രമിക്കാറുണ്ടോ? അപൂർവ സംഭവങ്ങളാണ് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. പ്രത്യേക രാഷ്ട്രീയ സംഭവങ്ങൾ അല്ല. ആർക്കും കയറി പോലീസോട് ദേഷ്യമുള്ളവരാരും അല്ലെങ്കിൽ വനിതാ പോലീസുകാരില്ലേ. അപ്പോൾ അത് അവിടെ കയറി ആക്രമിച്ച പ്രശ്നം ഉണ്ടാവുമെന്നറിയാം. ആശുപത്രി വളരെ സോഫ്റ്റ് ടാർഗറ്റാണ്. അവിടെ കയറി എന്ത് ചെയ്താലും ഒന്നും വരില്ല എന്നൊരു ധാരണ. ഇതാണ് മാറേണ്ടത്. അപ്പോൾ ശക്തമായ നിയമങ്ങൾ വേണം, അത് നടപ്പാക്കുന്നെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഇന്ത്യ ഒരുപാട് പുരോഗമിക്കുകയാണ്. ഇന്ത്യ പഴയ ഇന്ത്യയിൽ. അപ്പോൾ ആ ഇന്ത്യയിൽ ഇത്തരം സാഹചര്യങ്ങൾ അതൊക്കെ ലോക വാർത്തയല്ലേ. ഇന്ത്യക്ക് നാണക്കേടുണ്ടാകുന്ന വാർത്തകൾ അത് ഏത് സംസ്ഥാനത്തും. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ നിമിഷം പോലും മാഞ്ഞു പോയിട്ടില്ല. അതുപോലെ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോഴാണ് നമുക്ക് വീണ്ടും വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത്. ഒരുപക്ഷെ അന്ന് ആ ചർച്ച ഞാൻ ചെയ്തപ്പോൾ അത് അവിടെ അവസാനിക്കുമെന്ന് കരുതി. പക്ഷേ അത് കഴിഞ്ഞില്ല. ആ വിഷയങ്ങളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പറഞ്ഞു പോകുന്നു. പക്ഷേ ഈ ഡോക്ടർ SS ലാൽ ചൂണ്ടിക്കാട്ടിയതുപോലെ സംവിധാനങ്ങളുടെ പിഴവ്, ആ സംവിധാനങ്ങളുടെ പിഴവ് ഒഴിവാക്കാൻ ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾക്ക് പിന്നാലെ ഈ ഭരണാധികാരികൾ ശ്രമിക്കേണ്ടതല്ലേ? ഇന്ത്യ എന്ന നമ്മളെല്ലാവരും അഭിമാനിക്കുന്ന രാജ്യത്ത് ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ സുരക്ഷിതരല്ല. ഇപ്പോൾ ഡോക്ടർമാർ പറയുകയാണെങ്കിൽ ഞങ്ങൾ രാത്രി കാഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കുമ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞാൽ കൂടുതലും മദ്യപിച്ചിട്ടുള്ള ആൾക്കാർ, മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടുള്ള ആൾക്കാർ, പലപ്പോഴും ഈ റോഡ് അപകടങ്ങളിൽ നിന്നൊക്കെ പോലീസൊക്കെ രക്ഷിച്ച് കൊണ്ടുവരുന്ന ആൾക്കാർ എന്ത് മയക്കുമരുന്നിനോ മദ്യത്തിനോ അടിമകളായിട്ടാണ് ഇതിൽ പോയതൊന്നും നമുക്കറിയില്ല. പലപ്പോഴും നമുക്കെതിരെ വെർബലായിട്ടുള്ള അബ്യൂസ്, പലപ്പോഴും ഫിസിക്കലായിട്ടുള്ള അബ്യൂസ് ഒക്കെ നേരിടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഡോക്ടർ SS ലാൽ പറഞ്ഞ പോലെ ഡോക്ടർമാരൊരു സോഫ്റ്റ് ടാർഗറ്റായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം നമുക്ക് രോഗികളെ വേർതിരിച്ച് കാണാൻ സാധിക്കില്ല. നിങ്ങളൊരു മയക്കുമരുന്നിന് അടിമയാണ്, നിങ്ങളെ എനിക്ക് നോക്കാൻ പറ്റില്ല, നിങ്ങൾ ഇന്ന സോഷ്യൽ ക്ലാസ്സിൽ നിന്ന് വരുന്നതാണ്, ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല. അങ്ങനെ യാതൊരു വേർതിരിവും ഒരു ഡോക്ടർ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രവർത്തകർ എന്നുള്ള നിലയിലോ നമുക്ക് കാണിക്കാൻ പറ്റില്ല. നമ്മൾ എല്ലാ തരത്തിലുള്ള ക്രിമിനലായിരിക്കാം, ബോൺ ക്രിമിനലായിരിക്കാം, ഒരു സൈക്കോപാത്തായിരിക്കാം, സോഷ്യോപാത്തായിരിക്കാം. നമ്മുടെ മുന്നിൽ നമ്മുടെ OPയിൽ വന്നിരിക്കുന്ന രോഗി എത്തരത്തിലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ് എന്ന് നോക്കാതെയാണ് നമ്മളവരെ എക്സ്ട്രീം മനുഷ്യത്വമാണ് നമ്മൾ അവരോട് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു സമൂഹത്തിന് സ്വാഭാവികമായിട്ടും ഉറപ്പുവരുത്തേണ്ട ഒരു സുരക്ഷയുണ്ട്. അവർക്ക് ചുറ്റും അവർക്ക് ജോലി ചെയ്യാൻ ഉതകുന്ന രീതിയിലൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അവിടുത്തെ ഗവൺമെൻറ്റിനും അവിടുത്തെ നിയമവ്യവസ്ഥയ്ക്കും അവിടുത്തെ ആളുകൾക്കും ഉണ്ട്.
അപ്പോൾ അത് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. പിന്നെ ഈ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് 2019 കരട് വരെ ആയ ഒരു സംഭവമാണ്. അന്നത്തെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേകിച്ചൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇത്തരത്തിലൊരു നിയമത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇത്തരം സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പുനഃപരിശോധിക്കണമെന്നും എത്രയും പെട്ടെന്ന് ഈ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതിൽ ഡോക്ടർമാരുടെ, പ്രത്യേകിച്ചും ജൂനിയർ ഡോക്ടർമാരുടെ കൂടി പ്രതിനിധികളെ ഉൾപ്പെടുത്തണം. പിന്നെ ഈ പറയുന്ന ആർജിക്കർ സംഭവത്തിന് തക്കതായ ശിക്ഷ, അതായത് ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കണം, അത് പരിഹരിക്കണം. അതിന് കാരണക്കാരായിട്ടുള്ള പ്രതികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് പരമാവധിയുള്ള ശിക്ഷ ഉറപ്പുവരുത്തണം. ഇതൊക്കെയാണ് നമ്മുടെ സമരത്തിൻ്റെ ആവശ്യം. ഇതേ ആവശ്യകത ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യയിലെമ്പാടുമുള്ള യുവ ഡോക്ടർമാർ ഇപ്പോൾ സമരത്തിലാണ്. കേരള മെഡിക്കൽ PG അസോസിയേഷൻ ഇന്നലെയാണ് ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ സമരത്തിൽ പങ്കെടുക്കാൻ നിർബന്ധിതരായത്. കാരണം സമാധാനപൂർവ്വം അവിടെ പ്രതിഷേധം നയിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കിടയിലേക്ക് ഒരു സംഘം അക്രമികൾ കടന്നു കയറി അവിടുത്തെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ അടിച്ചു തകർക്കുകയും ഈ സമരം ചെയ്തുകൊണ്ടിരുന്ന ആരോഗ്യ പ്രവർത്തകരെ കായികപരമായി നേരിടുകയും ഒരുപക്ഷെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ സ്വാതന്ത്ര്യദിനം പുലരിയിലാണ് എന്ന് ആലോചിക്കണം. ലോകമെമ്പാടും ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന പുലരിയിൽ സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച സത്യാഗ്രഹം എന്ന മാർഗം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കിടയിലേക്ക് അക്രമം അഴിച്ചുവിടുകയാണ്. ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായാലും സംരക്ഷണം കൊടുക്കണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുക തന്നെ വേണം. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് താങ്കളെപ്പോലുള്ള യുവ പ്രവർത്തകർ, യുവ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണല്ലോ താങ്കളെപ്പോലുള്ളവർ കരുതുന്നത്? ആ സഹോദരിക്കുണ്ടായിട്ടുള്ള ഈ ദുസ്ഥിതി ഇനി ഭാരതത്തിൽ ഒരാൾക്കും ഉണ്ടാവാതിരിക്കാൻ ഒരാൾക്കൊരു, ഇപ്പോൾ മാഡം പറഞ്ഞു ഒരു ശിക്ഷ വളരെ എല്ലാവർക്കും മാതൃകാപരമായൊരു ശിക്ഷ കൊടുക്കണം. ഞാൻ പറയുന്നത് വളരെ ശക്തമായൊരു മെസ്സേജ് കൊടുക്കുന്ന ശിക്ഷ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇനി ഒരാൾ ഇങ്ങനെ ഒരു, സാറ് പറഞ്ഞ പോലെ സോഫ്റ്റ് ടാർഗറ്റ് എന്നുള്ള നിലയിൽ ഈ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ അത്തരം ഒരു കണ്ണോടുകൂടി നോക്കാൻ പോലും പേടിക്കുന്ന രീതിയിലുള്ള മാതൃകാപരമായതും അതോടൊപ്പം തന്നെ വളരെ ശക്തമായതുമായിട്ടുള്ള ഒരു ശിക്ഷ കൊടുക്കുന്ന ഒരു നിയമം നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടൊരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതിന് എല്ലാ പൊതുപ്രവർത്തകന്മാരും സന്നദ്ധരായി മുന്നോട്ട് വരണം എന്നുള്ള ഒരു 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 പേഴ്സണൽ കൺസേൺ കൂടി ഞാൻ അതിനകത്ത് എൻ്റേതായിട്ടുള്ള പേഴ്സണലി ഞാൻ അതിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഈ സിസ്റ്റത്തിൻ്റെ ഫെയില്യുവർ, അത് ഞാൻ ഒരു സിസ്റ്റം എന്നുള്ള നിലയിലല്ല, എവിടെയൊക്കെയാണോ ഇവരെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ജോലി സ്ഥലങ്ങളിൽ പോകുന്ന സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ കൂടി വരുമ്പോൾ എവിടെയൊക്കെയാണോ ഈ സിസ്റ്റം ഫെയിൽ ആവുന്നത്, അവിടെയെല്ലാം ഒരു പൗരൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി ആ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുക്കണം. കാരണം ഇന്നലെ ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ ഇപ്പോൾ ICUവിനെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഗവൺമെൻറ് പ്രോപ്പർട്ടി തകർത്തവർക്കെതിരെ അല്ല പോലീസ് ലാത്തി വീശിയത്, അവിടെ സമരം ചെയ്തുകൊണ്ടിരുന്നവർക്കെതിരെ ലാത്തി വീശിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്ക്രിഷൻസ് മാറ്റി വെച്ചിട്ട് നമ്മുടെ എല്ലാവരുടെയും പൊതുബോധം ഉണരേണ്ടത്, എങ്ങനെ ആർക്കാണോ അവിടെ ഒരു ആവശ്യമുണ്ടത് ആ ആവശ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുന്ന രീതിയിൽ നമ്മൾ മാറണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂട്ടായി പരിശ്രമിക്കണം. നേരത്തെ ഞാൻ രാഷ്ട്രീയം പറയാൻ നിർബന്ധിതനായതുകൊണ്ട് ഞാൻ ഒരു പോയിന്റ് പോലും രാഷ്ട്രീയമായി എഴുതിക്കൊണ്ടല്ല വന്നത്, പക്ഷേ പറയേണ്ടി വന്നപ്പോൾ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ സിസ്റ്റത്തെ മാത്രമേ ഞാൻ വ്യക്തമാണ്. ഡോക്ടർ എസ് ലാൽ, ഇവിടെ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചിലരൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എൻക്വയറി ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ജുഡീഷ്യൽ എൻക്വയറി വേണം. അതുപോലെ തന്നെ CBI ഇപ്പോൾ കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ചു പോകുന്നുണ്ട്. സർക്കാർ ഇടപെടൽ നടക്കുന്നുണ്ട്. അതെല്ലാം അതിൻ്റേതായ വഴി കൂടെ നടക്കുന്നു. അതിനിടയിൽ കൂടെ അക്രമം അടക്കമുള്ള മറ്റു പല നടന്നുകൂടാത്ത സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ ഇതിൽ കൃത്യമായി ഇത്രയും വേഗത്തിൽ ഇപ്പോൾ അവിടുത്തെ ഭരണകൂടം തന്നെ പറയുന്നത് ഈ കുറ്റം ചെയ്തവരെ തൂക്കിലേറ്റാൻ നടപടിയെടുക്കും. അതൊക്കെ നമ്മുടെ നിയമ സംവിധാനത്തിൽ എത്രത്തോളം നടക്കും എന്നുള്ള കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട. അപ്പം അതിവേഗത്തിൽ ഇത്തരം ശിക്ഷകൾ നടപ്പാക്കിയാൽ ഒരു പക്ഷേ ഇനി ഒരുത്തനും ഇത്തരം സംഭവങ്ങൾ ചെയ്യാൻ മടിക്കും, അല്ലെങ്കിൽ ഒന്ന് കൃത്യമായി ഭയപ്പെടുമെന്നല്ലേ നമ്മൾ തീർച്ചയായിട്ടും. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ നമുക്ക് പറ്റിപ്പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയം ഒരുപാട് ക്രിമിനൽവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിമിനലുകൾ ഭരണത്തിൽ പോലും ഉണ്ട്. ഇതൊരു പ്രശ്നമാണ്. ഭരണം കിട്ടുമ്പോൾ അവരൊക്കെ വെള്ളപൂശപ്പെടും. ഒരാൾ പ്രത്യേകിച്ച് ഉദ്ദേശിച്ച് പറയുന്നതല്ല, അല്ലെങ്കിൽ ഒരു പാർട്ടി ഉദ്ദേശിച്ചല്ല. അപ്പോൾ അതൊരു വലിയ അപകടമാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ഒക്കെ ആയാലും അവർക്ക് ക്രിമിനലുകളെ സംരക്ഷിക്കേണ്ടിയും വരും. കാരണം ഇവരുടെ ഉറവിടം തന്നെ അത്തരം കാര്യങ്ങളാണ്. ഇത്തരം സംഘങ്ങളെ ഉപയോഗിച്ചിട്ട് അവർക്ക് താല്പര്യമില്ലാത്തവരെ അല്ലെങ്കിൽ എതിർക്കുന്നവരെ ആക്രമിക്കുക, ഇതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഒന്ന്
ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു ഭയം, അത് ഞാൻ പറഞ്ഞ കേരളത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു. അല്ലെങ്കിൽ നിയമം, ഞാൻ പല രാജ്യങ്ങളിൽ ജീവിച്ചിട്ടുള്ള ആളാണ്, നമ്മളെക്കാൾ അവികസിത രാജ്യങ്ങളിൽ പോലും ജീവിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ചില നിയമങ്ങളുടെ കർക്കശം കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യർ ഭയക്കും. നിയമം ഉണ്ടായാൽ പോരെ, അത് ഫലവത്തായി നടപ്പാക്കാനുള്ള സംവിധാനങ്ങൾ വേണം. അതിൽ നിന്ന് നമുക്ക് പരാജയങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ കുറ്റം ചെയ്തവരെ പലപ്പോഴും എൻ്റെ പാർട്ടിയാണെങ്കിൽ ഞാൻ സംരക്ഷിക്കുന്ന നിലപാട് നമ്മൾ കാണുന്നതാണ്, എല്ലാ നാട്ടിലും കാണുന്നതാണ്, നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെ നമ്മൾ കാണുന്നുണ്ട്. കുറ്റം ഇഷ്ടമില്ലാത്തവൻ ചെയ്തു കഴിഞ്ഞാൽ ചെറിയ കുറ്റം വലിയ കുറ്റമാകുകയും നമ്മുടെ സ്വന്തം പാർട്ടിക്കാരൻ വലിയ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ലഘുവാക്കി കാണുകയും ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. ഇത് എളുപ്പമല്ല, ഇതൊന്നും ഒറ്റയടിക്ക് മാറ്റാൻ പറ്റുന്നു. പക്ഷേ ഇതെല്ലാം അതുകൊണ്ടാണ് ഒരു കൂട്ടായ ചർച്ചയും ഒരു സമൂഹം ഇടപെട്ടൊരു ക്ലീനിങ് ഒക്കെ നടത്തേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് പോകും. ഇത് നിർഭാഗ്യകരമാണ്, ഇങ്ങനെ സംഭവം ഉണ്ടായത്. ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഏറ്റവും അവസാനമായി പറയാനുള്ളത്, ആശുപത്രി സുരക്ഷിത മേഖലയായിട്ട് പ്രഖ്യാപിക്കപ്പെടണം. നന്ദു ഇപ്പോൾ ഈ സുരക്ഷിത മേഖലയെക്കുറിച്ച് പറഞ്ഞു, അതൊക്കെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ? നമ്മൾ രാഷ്ട്രീയത്തിനപ്പുറം അത്തരം കാര്യങ്ങളല്ലേ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോൾ നേരത്തെ ഒരു നിയമം വന്ന, ഒരു കരട് നിയമത്തെക്കുറിച്ച് പറഞ്ഞു, അത് നമ്മൾ ഈ വിഷയം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളൊന്ന് ആലോചിച്ചാൽ സ്വാഭാവികമായിട്ടും അതിൽ ആ കരട് പിൻവലിക്കാനുണ്ടായ സാഹചര്യം നമുക്കെല്ലാം ബോധ്യപ്പെടും. കാരണം ഞാനത് പറഞ്ഞതിൻ്റെ കാരണം അതൊരു ക്ലാരിറ്റി വരും. നമ്മൾ ഇപ്പോഴത്തെ ഈ കണ്ടീഷനിൽ നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ അതൊരു തെറ്റായി കാണുമെങ്കിലും അല്ലാത്തൊരു കണ്ടീഷനിൽ നിന്നുകൊണ്ട് നമ്മളതിനെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ പല തരത്തിൽ പല രീതിയിലുള്ള ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾ, അപ്പം നമ്മളത് ചെയ്യുമ്പോൾ എല്ലാ തൊഴിലിടങ്ങളിലും എന്നുള്ളൊരു കോമൺ നിയമത്തിലേക്ക് അത് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ എല്ലാ തൊഴിലിടങ്ങളിലും എല്ലാവരും സുരക്ഷിതരായിരിക്കണം, സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷൻ അങ്ങനെയല്ല, എല്ലാവരും സുരക്ഷിതരായിരിക്കണം. ഈ പറഞ്ഞ സുരക്ഷിത മേഖലയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്, എന്താണ് അക്കാര്യത്തിലുള്ളൊരു ആശുപത്രികളെ പ്രത്യേക സുരക്ഷാ മേഖലകളാക്കണം എന്നുള്ളത് വന്ദനാദാസിൻ്റെ സംഭവത്തിന് ശേഷം നമ്മൾ മുന്നോട്ട് വെച്ച ഒരു ആശയമായിരുന്നു. അത് പ്രകാരം ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് എയ്ഡ് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും അവിടെ രാത്രിയിലായാലും ഏത് സമയത്തും പോലീസിന്റെ സേവനം ഉറപ്പുവരുത്തുകയും. അങ്ങനെ കുറച്ചുകൂടി സുരക്ഷിതമാണെന്ന് തോന്നുന്നു ആ സംഭവത്തിന് ശേഷം. ഒരു വർഷമായിട്ട് നമ്മുടെ സുരക്ഷാ മാർഗങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അതിനുശേഷം സെക്യൂരിറ്റി ഓഡിറ്റിംഗ് നടക്കുകയും ഇത്തരത്തിലുള്ള ഗ്യാപ്പ് പോയിന്റ്സ് കണ്ടുപിടിച്ച് അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള നിലയിൽ ഒരു ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രയോജനം നമ്മുടെ മെഡിക്കൽ കോളേജിൽ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ ഇടങ്ങളിലും, അതായത് ഈവൻ ഒരു CHC പോലും, ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ പോലും ഈ സംവിധാനം ഈ രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ എന്നതിനെപ്പറ്റി ഒന്നുകൂടി പഠിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഭീകരവും വന്യവുമായ ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കപ്പെടരുത് എന്ന് തന്നെയാണ് ഏവരും കരുതുന്നത്. അത് ആവർത്തിക്കപ്പെടില്ല എന്ന് നമുക്ക് കരുതാം. പവർ പോയിന്റ് ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ SS ലാൽ, ഡോക്ടർ ആതിര, ഒപ്പം തന്നെ BJP നേതാവ് ശ്രീ നന്ദു, 3 പേർക്കും നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്.